മിഞ്ഞാന്നൊരു ഒരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു. അതെന്താന്ന് ചോദിച്ചാൽ സമസ്ത വഴങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സമസ്ത ആരെ മുന്നിലും വാങ്ങി കൊടുക്കണേ അല്ലെങ്കിൽ സമസ്തനെ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. മനസ്സിലായി? അങ്ങനെ ആകുമ്പോൾ ഈ പണി ഇവിടെ നിർത്തുകയും ചെയ്യും. അന്ന് മുതൽ ഇത് അവസാനിപ്പിക്കും. സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് ഞാനത് ഒഴിവാകും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിൽ വീങ്ങി അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണത് സ്വീകരിക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. വലിയ സംവിധാനങ്ങളുള്ളൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ തലീകെട്ട് കെട്ടിയ ആളുകളാവുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത്. അവർ ഈ ലോകത്ത് നിങ്ങളുമായി തന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ച് അറിയുന്നവരുമാണ്. അപ്പം അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ കൂകുന്നവനോടല്ല. അവനക്കൊക്കെ പലതും എന്തും കൂവാം. പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനക്ക് ജീവിതമാർഗ്ഗമുള്ളത്. നമ്മളാരും ജീവിതമാർഗം മുടക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തെങ്കിലും തോന്നിയസനം പറഞ്ഞ് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടണതൊക്കെ കിട്ടട്ടെ, അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല. പക്ഷെ അതല്ല, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഉണർത്തുകയാണ്. ഇതിപ്പോൾ ഏത് ചേരയാണെങ്കിലും ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സമസ്ത കേരള ജമിയത്തുൽ ഒരു പാവം സംഘടനയാണ്. ഇതിൻ്റെ നേരത്തെ ആർക്കും ഉദരകേര ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അപ്പം അത് ചെറിയ ഒരു നമ്മൾ പറയലുണ്ടല്ലോ, ചേരാണെങ്കിലും ചവിട്ടിയൊക്കെ അടിക്കുമെന്ന്. അപ്പോൾ അത് വിഷമില്ലാന്നൊന്നും വിചാരിക്കേണ്ട. വിഷം ഈ സംഘടന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കടിയാണ് ഈ കാരം കടിക്കുക. അപ്പം അതുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ആരും ശ്രദ്ധിക്കരുത്. ഈ നല്ല നിലക്ക് അങ്ങോട്ടും കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം. എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ.